ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത്ര പുതിയതൊന്നുമല്ല, പഴയ സാധനം തന്നെയാണ്. വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കും ഞാൻ എന്നാ ലിപ്സിങ്ക് തെക്കോട്ടും വീഡിയോ വടക്കോട്ടും എന്ന്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മൈക്കില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വോയിസ് ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം ഈ ബാഗിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ ലിങ്ക് തരാം. അപ്പോൾ ഇതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ളൊരു വാട്ട്സ് ഇൻ മൈ ബാഗാണ്. ഇതിനകത്ത് ഞാനൊന്നും എടുത്ത് വെച്ചിട്ടുമില്ല, തിരിച്ചെടുത്ത് അതിനകത്ത് ഞാൻ പുതുതായിട്ടൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ആദ്യം തന്നെ എന്നാ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് ആദ്യം എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ക്ലിപ്പ് ഞാൻ എപ്പോഴും മുടി അഴിച്ചിടാറാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ക്ലിപ്പ് എൻ്റെ ബാഗിൽ എപ്പോഴും കാണും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ക്ഷീണിച്ചൊക്കെ വന്ന് വേർത്തൊക്കെ വരുമ്പോഴത്തേക്കും അത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് ഒരു ബുക്കുണ്ട്. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ബുക്കാണ്. അത് പനി വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയത്. ഇവിടുത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റലാണ് ബാല ഹോസ്പിറ്റൽ. അപ്പോൾ അടുത്തത് ഒരു ലിപ് ബാമുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചുണ്ടിങ്ങനെ പൊട്ടും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇതും എൻ്റെ ബാഗിൽ എപ്പോഴും ഒപ്പം ഉണ്ടാവാറുണ്ട്. അടുത്തത് നോക്കാം. അടുത്തത് ഒരു എയർപോഡ്സ്. ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫേവറേറ്റാണ്. പിന്നെ എൻ്റെ വാലറ്റ്. ഇതിനകത്ത് എൻ്റെ കൂടുതലും ID കാർഡ്സൊക്കെയാണ് വെക്കാൻ. ATM കാർഡ്സ്, എൻ്റെ ഫോട്ടോസ്, അങ്ങനത്തെ പേഴ്സണൽ ഡാറ്റാസൊക്കെ വെക്കുന്ന ഒരു ചെറിയ പേഴ്സ്. പൈസയൊന്നുമില്ല, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എന്നാ ഉള്ളത്? ഇത് പണ്ട് എപ്പോഴോ ഒരു ചെറിയ ക്യാമറയിലെടുത്ത ഒരു ഫോട്ടോ. അതിൻ്റെ പേരെന്താ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വേറെ ഒന്നുമില്ല, എൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രമേ ഉള്ളൂ. വേറെ നോക്കാം. വേറെ എന്താ? വേറെ കടലാസ്. ഇത് ഒരു എന്തോ കഴിച്ചതിൻ്റെ കവറ്. ഞാൻ ഒരു സാധനം പോലും പുറത്ത് കളയത്തില്ല. എൻ്റെ കൂട്ടുകാർ കഴിച്ചാലും എൻ്റെ കൂടെ വരുന്ന ആര് കഴിച്ചാലും ഞാൻ ആ കവറെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. കാര്യം എനിക്ക് വേസ്റ്റ് ഒന്നും പുറത്ത് കളയാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയാറുണ്ട് ഇതൊന്നും കളയാത്തതുകൊണ്ട്. പിന്നെ ഇതെന്താ? എപ്പോഴോ സാധനം മേടിച്ചതിൻ്റെ ഒരു ബില്ല്. എന്തൊക്കെയോ വെജിറ്റബിൾസ് എന്തൊക്കെയോ മേടിച്ചതിൻ്റെയൊക്കെ ഒരു ബില്ല്. അതും ബാഗിൽ കിടപ്പുണ്ട്. അതൊക്കെ കുറേ നാളായതാ. പിന്നെ ബാറ്ററി. അപ്പം നിങ്ങൾ ഓർക്കും എനിക്ക് എന്താ പരിപാടി, വല്ല വാറ്റുവാണോ എന്ന്. അല്ല, ഇത് ഞങ്ങളുടെ വീട്ടിലെ റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നപ്പോൾ അത് കൊണ്ടുപോയി കാണിച്ചിട്ട് മേടിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. പിന്നെ തിരിച്ചു വെക്കാൻ മറന്നുപോയി. പിന്നെ നോക്കാം. ഒരു പേരയില കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും പേരയിലേക്ക് എന്തിനാണ് ഞാൻ എടുത്ത് ബാഗിൽ ഇടുന്നതെന്ന്. ഇതെന്തെന്ന് ചോദിച്ചാൽ, പേരയിലിട്ട് വെള്ളം തിളപ്പിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പേരയില പറിച്ച് ബാഗിൽ ഇട്ടു, പക്ഷെ തിരിച്ചെടുത്ത് വെക്കാൻ മറന്നുപോയി. അതാ സത്യം. പിന്നെ കുറേ ബസ് ടിക്കറ്റ് ഉണ്ട്, മുട്ടായി കടലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഒന്നും ഞാൻ പുറത്ത് കളയത്തില്ല, എല്ലാം എൻ്റെ ബാഗിൽ കാണും. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ലിപ്സ്റ്റിക്സ്. ഇതെന്ന് പറഞ്ഞാൽ